വെൽക്കം ഓൾ. നമ്മളിന്ന് ഹോർട്ടിക്കൾച്ചറിന്റെ ഒരു ഭാഗമാണ് പറയണേ, ഗാർഡൻ ടൂൾസ് ആൻഡ് മെയിൻ്റനൻസ്. ഇതിൽ നമ്മളിപ്പോൾ നമ്മുടെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് പല ടൈപ്പിലുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഒരു ചെടി നടുന്ന സമയത്ത് ആ മണ്ണൊരുക്കുക, അതായത് സോയിൽ ആ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് പല ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല ടൈപ്പ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഒന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ടീലേജ് ടൂൾസ്, പ്രൂണിംഗ് ടൂൾസ്, ലോൺ മെയിൻ്റനൻസ് ടൂൾസ്, ഇറിഗേഷൻ ടൂൾസ് ആൻഡ് സ്പ്രേയേഴ്സ്, ഇങ്ങനെ അവരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ ടീലേജ് ടൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. ടീലേജ് ടൂൾസ്, അതിൻ്റെ ടൈപ്പ്, ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ യൂസ് എന്നുള്ളതും. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് ഇതിലേതെങ്കിലൊക്കെ കൊണ്ടുവയ്ക്കാം. ടൂൾസ് കൊണ്ടുവച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ പേരും എഴുതണം, പ്ലസ് അതിൻ്റെ കൂടെ അതിൻ്റെ യൂസും എഴുതണം. അപ്പോൾ പിക്ചർ കണ്ടിട്ട് തന്നെ പഠിക്കണമായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നോക്കാം. ടീലേജ് ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ മണ്ണിനൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് സോയിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ടൂൾസ് യൂസ് ചെയ്യുന്നത്, ടീലേജ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സീഡിൻ്റെ ബെഡിൻ്റെ പ്രിപ്പറേഷൻ, അതായത് സീഡ് എവിടെയാണോ നമ്മൾ പാകാൻ പോകുന്നത് ആ ഒരു ബെഡ് പ്രിപ്പറേഷൻ, ലാൻഡ് ലെവൽ ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ബൂസ്റ്റ് ചെയ്യുക. അതുപോലെ എയറേഷൻ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട് മണ്ണിനൊന്നും നമ്മളിങ്ങനെ കുടഞ്ഞിടില്ലേ, അങ്ങനെ ചെയ്യുക. സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യുക. അങ്ങനെ പല ടൈപ്പിലുള്ള പല പല യൂസസും ടീലേജ് ടൂൾസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യാം, ടീലേജ് ടൂൾസിനെ. കൺവെൻഷണൽ ടീലേജും അതുപോലെ തന്നെ മിനിമം ടീലേജും. ടീലേജിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. കൺവെൻഷണൽ ടീലേജ് അല്ലെങ്കിൽ കൺവെൻഷണൽ സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് ഭാഗം, ആ ഒരു ഭാഗം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യാണ്, കൾട്ടിവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലാന്റേഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൺവെൻഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ സോയിൽ പ്രിപ്പറേഷൻ, കൺവെൻഷണൽ ടീലേജ് എന്നൊക്കെ പറയുന്നത്. ഇനി വളരെ കുഞ്ഞൊരു പോർഷൻ മാത്രം എടുത്തിട്ട് അവിടെ മാത്രമാണ് നമ്മൾ നടാൻ പോകുന്നത്, അപ്പോൾ അവിടുത്തെ ഭാഗം മാത്രം നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് മിനിമം ടീലേജ് അല്ലെങ്കിൽ സീറോ ടീലേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെ ടൈപ്പ് ടൂൾസ് ആണുള്ളത്? ഡിഗിങ് ടൂൾസ് ഉണ്ട്, റേക്കിംഗ് ടൂൾസ് ഉണ്ട്, ഹോസ് ഉണ്ട്, സ്ക്രൈപ്പിംഗ് ടൂൾസ് ഉണ്ട്, ടില്ലേഴ്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ടീലേജ് ടൂൾസ് ഉണ്ട്. ടീലേജ് ടൂൾസ് എന്തായിരുന്നു? മണ്ണിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ്. അതിന് പല ടൈപ്പ് പ്രിപ്പറേഷൻ ഉണ്ട്, അതുകൊണ്ട് പല ടൈപ്പ് ടൂൾസ് ഉണ്ട്. അപ്പോൾ പിക്ചേഴ്സൊക്കെ ഓർത്ത് വയ്ക്കുക ഓരോന്നിൻ്റെയും. ഇതാണ് ഹാൻഡ് ട്രോവൽ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. ചെറിയ രീതിക്ക് ചെറിയ ചെടികൾ നടാൻ വേണ്ടിയിട്ടും അതുപോലെ ചെറിയ ചെടികൾ നടാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞതായിട്ടുള്ള ഹോൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹാൻഡ് ട്രോവൽ നോർമലി യൂസ് ചെയ്യുക. മെയിൻലി യൂസ്ഡ് ഫോർ ട്രാൻസ്പ്ലാന്റിംഗ് സീഡ്ലിങ്സ് ആൻഡ് ഓൾസോ ഫോർ ഡിഗിങ് സ്മോൾ ഹോൾസ് ഫോർ അതർ പ്ലാന്റിംഗ് പർപ്പസസ്. പിക്ചർ ഓർത്ത് വയ്ക്കുക ഇതിൻ്റെ. അതുപോലെ നഴ്സറി സ്പേഡ്. ഈ സ്പേഡ് എന്ന് പറയുമ്പോൾ മണ്ണ് കുറച്ച് ഭാഗത്ത് നിന്ന്, അതായത് ഡിഗ് ചെയ്യാൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെടിയൊക്കെ നടുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് മണ്ണ് നമുക്ക് എടുക്കേണ്ടി വരും, കുറച്ച് വലിയൊരു ഹോള് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യണ സമയത്തൊക്കെയാണ് നോർമലി നഴ്സറി സ്പേഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സെക്കൻഡ് പിക്ചറിൽ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിക്കാറില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ ആക്കുക ചെയ്യാറ്. കാലുകൊണ്ട് ആക്കുമ്പോൾ മാൻ പവർ അത്രയും കുറച്ച് മതി, നമുക്ക് അത്രയും പ്രഷർ യൂസ് ചെയ്യേണ്ട. ഓക്കെ. നഴ്സറി സ്പേഡ് ഇസ് എ digging tool used for preparing planting beds and also for digging out plants for transplantation. ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് ഒരു ഭാഗത്തുനിന്ന് ചെടിയെടുത്ത് മറ്റൊരു ഭാഗത്തോട്ട് നടാൻ വേണ്ടിയിട്ട് മണ്ണോടുകൂടി നമ്മൾ വേര് പറിക്കുന്ന സമയത്ത് മണ്ണോടുകൂടി വേര് കൊണ്ടുപോവുക ചെയ്യുക. അപ്പം അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി അടുത്തത് സ്പേഡ് ഫോർക്ക്. നമ്മുടെ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു എക്യുപ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിന് ചെറിയൊരു റിലേഷൻ ഉണ്ട്, പക്ഷേ ഇത് ഒരു ഫോർക്ക് പോലെ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്പേഡ് ഫോർക്ക് എന്ന് പറഞ്ഞത്. നേരത്തെ സ്പേഡ് എങ്ങനെയായിരുന്നു? ഫുള്ളി കവേർഡ് ആയിരുന്നു അല്ലേ, ഒരു മെറ്റൽ പീസ് ആയിരുന്നു. ഇത് സ്പേഡ് ഫോർക്കാണ്. നോർമലി യൂസ് ചെയ്യുന്നത് സോയിലിനെ അപ്ടേൺ ചെയ്യാൻ, അതായത് മണ്ണിങ്ങനെ കുടഞ്ഞിടില്ല നമ്മൾ. ഇപ്പോൾ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കൂന കൂട്ടി വെച്ചിട്ടാണ്, അതായത് ഒരു ഹീപ്പാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആ ഹീപ്പിനൊക്കെ ഒന്ന് അപ്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നോർമലി സ്പേഡ് ഫോർക്ക് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഗാർഡൻ ഹോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇതിനൊരു സാധാ വേർഷനാണ് നമ്മുടെ കൈക്കോട് എന്നൊക്കെ പറയില്ലേ ആ സംഭവം. അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബ്ലേഡാണ് ഉണ്ടായിരിക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ സ്ക്രേപ്പ് ചെയ്യാനും ഡിഗ് ചെയ്യാനും അതുപോലെ തന്നെ ചെടി നടുന്ന സമയത്ത് റോസ് ഉണ്ടാക്കി വെക്കില്ലേ, കുറച്ച് മണ്ണ് ഇങ്ങനെ കയറ്റി കയറ്റി വെക്കില്ലേ, തടം എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗാർഡൻ ഹോസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അടുത്തത് പിക്കാക്സ് ആണ്. പിക്കാക്സ് കുറേ പേര് കണ്ടിട്ടുണ്ടാവും. പിക്കാക്സ് നമ്മൾ കുറച്ച് ഹാർഡായിട്ടുള്ള സ്ഥലം, ഹാർഡായിട്ടുള്ള സോയിലോ അല്ലെങ്കിൽ റോക്കി സർഫസ് ഒക്കെ ഒന്ന് ലൂസൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിക്കാക്സ് യൂസ് ചെയ്യുക. ഇനി ഡിഗിങ് ഫോർക്ക് ഉണ്ട്. ഡിഗിങ് ഫോർക്ക് നമ്മുടെ ഹാൻഡ് ഷോവൽ പോലെ തന്നെ ചെറിയൊരു സംഭവമാണ്. ചെറിയതായിട്ട് ഒരു 3, 4, 5 പ്രൊജക്ഷൻസ്, ഇപ്പോൾ ഇതിൽ 3 പ്രൊജക്ഷൻസ് ആണുള്ളത്, അത്രയും പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ടാവും നമ്മൾ അപ്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെടികളൊക്കെ റൂട്ട് പൊട്ടിപ്പോവാണ്ട് നമുക്ക് അപ്രൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ട്യൂബേഴ്സ് ഒക്കെ ഹാർവെസ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ കൈക്കോട്ട് പോലെയുള്ള സാധനങ്ങൾ കൊണ്ടല്ല, ഇപ്പോൾ ഹാൻഡ് ട്രോവൽ കൊണ്ടൊക്കെയാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ട്യൂബേഴ്സ് പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ അപ്രൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഗിങ് ഫോർക്ക് യൂസ് ചെയ്യുന്നത്. പേര് തെറ്റിപ്പോകേണ്ട, ഡിഗിങ് ഫോർക്ക്. ഇനി ബ്രോഡ് ഫോർക്ക് ഉണ്ട്. ബ്രോഡ് ഫോർക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി ഒരു വലിയ ഫോമാണ്. യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്രോഡ് ഫോർക്ക് സെയിം ഇതേപോലെ തന്നെ ചെറിയൊരു വലുതാണ്. നമ്മൾ കുറച്ച് ഹാർഡായിട്ടുള്ള സ്ഥലത്തിന് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡിഗിങ് ഷോവൽ ഉണ്ട്. ഡിഗിങ് ഷോവലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ ഹാൻഡ് ഷോവലിൻ്റെ ഒരു വലിയൊരു ഫോമാണ് ഡിഗിങ് ഷോവൽ എന്ന് പറയുന്നത്. ഇതും കുറച്ച് കൂടുതൽ മണ്ണൊക്കെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാനും, അതായത് ചെറിയ ചെടികളൊക്കെ നടുമ്പോൾ നമ്മൾ മണ്ണിടില്ലേ, ഹാൻഡ് ഷോവലാവുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണല്ലേ ഇടാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കുറച്ചും കൂടി കൂടുതൽ ഇടാൻ പറ്റും. ചെറിയ ഹോൾസ് ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഗാർഡൻ റേക്ക്. ഇതും കണ്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മിറ്റടിക്കാനൊക്കെ ചിലർ യൂസ് ചെയ്യാറുണ്ട്. ഗാർഡൻ റേക്ക് നമ്മൾ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുക. മണ്ണ് കിളച്ചിട്ട മണ്ണ് ഒന്ന് ലെവൽ ചെയ്യുക. അതുപോലെ ലീഫുകളൊക്കെ വീണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുക. ട്രാഷൊക്കെ റിമൂവ് ചെയ്യുക. ഗാർഡനിൽ ട്രാഷൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ റിമൂവ് ചെയ്യുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗാർഡൻ റേക്ക് യൂസ് ചെയ്യുക. ലീഫ് റേക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് റേക്ക് ഉണ്ട്. ഇത് മെയിനായിട്ട് വീണിട്ടുള്ള ലീഫിനെയൊക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ലോൺ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ലീഫ് റേക്ക് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ കൾട്ടിവേറ്റർ ഉണ്ട്. കൾട്ടിവേറ്റർ എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് വലിയ കൾട്ടിവേറ്ററാണ്. അതായത് നമ്മൾ മണ്ണ് ഉഴാൻ വേണ്ടിയിട്ട്, നെല്ലൊക്കെ കൃഷി ചെയ്യില്ലേ, അപ്പോൾ മണ്ണൊക്കെ ഉഴാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അല്ലാതെ ഇതിൻ്റെ ചെറിയ ഫോംസും ഉണ്ട്. പിന്നെ വീഡർ, അതായത് വീഡ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കളകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡർ എന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. ഇതിൽ ആദ്യത്തെ പിക്ചറിലുള്ളത് കുറച്ച് വലുതാണ്. മറ്റേത് നമുക്ക് ഹാൻഡ് കൊണ്ട് ഒറ്റൊരു കൈ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെയാണ് വീഡർ. അതിൻ്റെ പോർഷൻ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, കളകളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അതിനെങ്ങനെ പിക്ക് ചെയ്തിട്ട് കളയാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമ്മൾ മൊത്തത്തോടെ ഇതാക്കണ്ടേ. ഇതാകുമ്പോൾ സിംപ്ലി നമുക്ക് ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ടില്ലർ ഉണ്ട്. ടില്ലർ എന്ന് പറയുമ്പോൾ മണ്ണിനെ ഒന്ന് മൊത്തത്തോടെ എന്ത് ചെയ്യാണ്, ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ എയറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, മെയിനായിട്ട് എയറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതുപോലെ നിലം ഒരുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ടില്ലർ യൂസ് ചെയ്യാറുള്ളത്. ആദ്യത്തേത് കുറച്ച് വലിയൊരു ഫോമാണ്, രണ്ടാമത്തെ ഒരു ചെറിയ ഫോമാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഒരു സൈഡിൽ മാത്രം ഓരോ തവണ കുത്തി കുത്തി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെക്കൻഡ് വൺ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് തന്നെ റൺ ചെയ്ത് പോകാൻ പറ്റും. അതും ഒരു വീലൊക്കെ കണ്ടില്ലേ, നമുക്കത് റൺ ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും നമ്മുടെ ആ ഒരു ഏരിയയിൽ കൂടി. അങ്ങനെ ഇത്രയാണ് നമ്മുടെ ടീലേജ് ടൂൾസ് എന്ന് പറയണത്. ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട സംഭവം ഇതിൻ്റെ പിക്ചേഴ്സ് എന്തായാലും ഓർത്ത് വയ്ക്കുക. പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും യൂസ് എന്താണെന്നുള്ളത്. പിക്ചർ കാണുമ്പോൾ മെയിനായിട്ട് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ടാണ്. പിക്ചർ നോക്കി പേരെഴുതി യൂസ് എഴുതാം. ക്ലിയർ അല്ലേ?